السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ അൽ വലി എന്ന് പറയുന്ന നാമമാണ്. അല്ലാഹു അൽ വലിയാണ്. വലി എന്ന് പറഞ്ഞാൽ സഹായിയും രക്ഷാധികാരിയും സമീപസ്ഥനായി കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനുമാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ വലിയാകുന്നു അല്ലാഹു. യുഖ്രിജുഹും, അല്ലാഹു അവരെ പുറത്തു കൊണ്ടുവരും, മിനദ്ദുലുമാത് ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്. ഇവിടെ അല്ലാഹു വലിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആകുന്നു സഹായി. അല്ലാഹുവിൽ നിന്നുള്ള സഹായം കൊണ്ടും തൗഫീക്ക് കൊണ്ടും അവൻ വിശ്വാസികളെ ഏറ്റെടുക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതേപോലെ ഇന്ന വലിയല്ലാഹ് അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ. ഇന്ന വലിയല്ലാഹ്, എൻ്റെ വലിയ അല്ലാഹു ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുകയാണ്. ബഹുദൈവ വിശ്വാസികളായ വിഗ്രഹാരാധകരോട് ഇന്ന വലി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹായിയും എന്നെ ശക്തിപ്പെടുത്തുന്നവനുമായവൻ അത് അല്ലാഹുവാണ്. നിങ്ങൾക്കെതിരിൽ എനിക്ക് സഹായിയും എന്നെ ശക്തിപ്പെടുത്തുന്നവനുമുണ്ട്, അത് അല്ലാഹുവാണ്. എങ്ങനെയുള്ള അല്ലാഹു? അല്ലദീ നസ്സലൽ കിതാബ്, അവനാകുന്നു കിതാബ് അവതരിപ്പിച്ചത്. വഹുവ യതവല്ല സ്വാലിഹീൻ, അവൻ സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാകുന്നു. ഇവിടെ അല്ലാഹു അവൻ വലിയ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥവും താല്പര്യവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു രക്ഷാധികാരിയാണ്, അല്ലാഹു സഹായിയാണ്. നമ്മൾ യതീമിൻ്റെ വലിയ എന്ന് പറയും, സ്ത്രീകളുടെ വലിയ എന്ന് പറയും. ഇപ്പം വിവാഹത്തിൽ ലാ നിക്കാഹ ഇല്ലാ ബി വലി,
വലിയില്ലാതെ നിക്കാഹില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ത്രീയുടെ അടുത്ത ബന്ധു രക്ഷാധികാരിയാണ്. സ്ത്രീയുടെ അടുത്ത ബന്ധു രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ വാപ്പ അല്ലെങ്കിൽ വലിയാപ്പ. അങ്ങനെ ആ സ്ത്രീയുടെ പിതൃ കുടുംബത്തിലെ അവരുടെ അടുത്ത ആളുകൾ, ബന്ധുക്കൾ, അവരില്ലാതെ നിക്കാഹില്ല, നിക്കാഹ് സാധുവാകൂല. അതാണ് വലിയുൽ മർ, ഒരു പെണ്ണിൻ്റെ വലി എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ വശാഹിദൈ ആദിൽ. നീതിമാന്മാരായ രണ്ട് സാക്ഷികളും വലിയുമില്ലാതെ നിക്കാഹില്ല. അവിടെ വലിയ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധു എന്നതിൻ്റെ അർത്ഥം, അടുത്ത ബന്ധു. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ പല ജ്വരങ്ങൾ നാട്ടിൽ, സ്ത്രീകൾ ഇറങ്ങിപ്പോക്ക്, അതേപോലെ തന്നെ ചാടിപ്പോക്ക്, കുറേ പോക്കുകളാണ്. പണ്ട് ഇറങ്ങിപ്പോക്കൊക്കെ കേട്ടിരുന്നത് ഇങ്ങനെ ഈ നിയമസഭ, ലോക്സഭ, അതിൽ നിന്നൊക്കെയുള്ള ഇറങ്ങിപ്പോക്ക. ഇപ്പം വീടുകളിൽ നിന്നുള്ള സ്ത്രീകളുടെ ഇറങ്ങിപ്പോക്ക, തോന്നിയവരുടെ കൂടെ ഇറങ്ങിപ്പോക്ക. അതിനി മാപ്പിളയാണെങ്കിലും മാപ്പിള ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ വലിയില്ലാതെ ഒരു നിക്കാഹില്ല. രജിസ്റ്റർ മാരേജ് എന്ന പേരിൽ പെണ്ണുങ്ങൾ ചാടിപ്പോവുക, എന്നിട്ട് നിക്കാഹ്. ആരാ നിക്കാഹ് എടുക്കുന്നത്? വലിയില്ലാതെ നിക്കാഹില്ല. അവിടെ വലി എന്ന് പറഞ്ഞ് നമ്മുടെ വിഷയം കർമ്മശാസ്ത്രപരമായിട്ട് വലിയിൻ്റെ ഉദ്ദേശമല്ല. നമ്മുടെ വിഷയം അള്ളാഹു അൽ വലി എന്ന് പറയുമ്പോൾ അതിൻ്റെ താല്പര്യം എന്ത് എന്ന് മനസ്സിലാക്കല. അതേപോലെ യതീമിൻ്റെ വലി. ആരെ യതീമിൻ്റെ വലി? യതീമിൻ്റെ വലി യതീമിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ആളുകളാണ്, ബന്ധുക്കൾ, അടുത്തവർ. അവരാണ് യതീമിനെ സംരക്ഷിക്കേണ്ടത്. അവരോടാണ് കൽപ്പന, യതീമുകളുടെ സ്വത്ത് സൂക്ഷിക്കണം, അന്യായമായിട്ട് തിന്നരുത്. അന്യായമായിട്ട് യതീമുകളുടെ സ്വത്ത് തിന്നിട്ടുണ്ട് എങ്കിൽ നരകത്തീനെ അല്ലെങ്കിൽ തീയിനെ വയറ്റിൽ നിറക്കലാണത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വലി എന്ന് പറഞ്ഞാൽ എന്താ? യതീമിനെ സംരക്ഷിക്കുന്ന ചുമതലയുള്ള ബന്ധു, അടുത്തവൻ. സ്ത്രീയുടെ വലി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ അടുത്ത ബന്ധു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വലി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥനാണ്. വലി എന്ന് പറഞ്ഞാൽ അതാണ് അടുത്തവൻ. അല്ലാഹു അൽ വലി എന്ന് പറയുമ്പോഴും അല്ലാഹു തന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ലേ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഹബിലുൽ വരീദിനേക്കാൾ മനുഷ്യനോട് അടുത്തവനാണ് നാം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ഖരീബാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ദാസൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഖരീബാണ്, സമീപസ്ഥനാണെന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു ഖരീബാണ്. എങ്ങനെ ഖരീബ്? അടുത്തവനാണ്. അള്ളാഹു വലിയാണ്, അള്ളാഹു അടുത്തവനാണ്. എങ്ങനെ അടുത്തവൻ? അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അടുത്തവനല്ല, അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും അള്ളാഹുവിൻ്റെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും അവൻ അടുത്തവനാണ്. അവൻ്റെ ദാത്ത് കൊണ്ട് അവൻ വാനങ്ങൾക്കുപരിയിൽ മഹിത സിംഹാസനത്തിന് മീതെയാണെങ്കിലും അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും ആധിപത്യം കൊണ്ടുമൊക്കെ അവൻ നമ്മളോട് അടുത്തവനാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വലി എന്ന് പറയുമ്പോൾ അവൻ നമ്മോടടുത്ത് നമ്മുടെ സംരക്ഷകനാണ്. നമ്മോടടുത്ത് അവൻ നമ്മുടെ സഹായിയാണ്. നമ്മോടടുത്ത് അവൻ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ്, കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ്. ഇതാണ് അൽ വലി എന്നുള്ള പേര് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ വലി എന്ന നാമം പലതവണ വന്നിട്ടുണ്ട്. അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാ ഫല്ലാഹു ഹുവൽ വലി വഹുവ യുഹ്യി അൽ മൗത. അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവോടൊപ്പം അവർ ഔലിയാക്കളെ സ്വീകരിച്ചുവോ? ഫല്ലാഹു ഹുവൽ വലി, അള്ളാഹു അവനാകുന്നു അൽ വലി, രക്ഷാധികാരിയും സഹായിയും. വഹുവ യുഹ്യിൽ മൗത, അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇതേപോലെ മറ്റൊരായത്തിൽ കാണാം, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, അള്ളാഹു ആകുന്നു മഴ വർഷിപ്പിക്കുന്നവൻ. മിൻ ബഅദി മാ ഖനതു, ആളുകൾ നിരാശപ്പെട്ടതിൽ പിന്നെ, മഴ കിട്ടാതെ വരൾച്ചയിൽ വറുതിയിൽ ആളുകൾ നൈരാശ്യത്തിൽ
ആയതിൽ പിന്നെ മഴ നൽകുന്നവൻ ആരാ? അത് അല്ലാഹു ആകുന്നു. വയൻഷുറു റഹ്മത, തൻ്റെ കാരുണ്യത്തെ പരത്തുന്നവനും അല്ലാഹു ആകുന്നു. വഹുവൽ വലിയുൽ ഹമീദ്, വഹു അല്ലാഹു അൽ വലി അൽ ഹമീദ്, അല്ലാഹു സ്തുത്യർഹനും അതേപോലെ രക്ഷാധികാരിയും സഹായിയുമാകുന്നു. ഇതാണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്. ഇവിടെ എന്താ നമ്മൾ ആയത്ത് ഉദ്ധരിച്ചത്? അള്ളാഹുവിൻ്റെ അൽ വലി എന്നുള്ള നാമം അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു അൽ വലിയാണ്. പടപ്പുകളിൽ ചിലരെക്കുറിച്ചും വലി എന്ന് പറയും. അതിനാണ് നമ്മൾ പറഞ്ഞത് എന്ത്? സ്ത്രീകളുടെ വലിയുണ്ട്, അതേപോലെ യതീമുകൾക്ക് വലിയുണ്ട്, അതേപോലെ തന്നെ ഇന്നമ വലിയുക്കുമുല്ലാഹ് വറസൂലു വല്ലദീന ആമനു. ഇന്നമ വലിയുക്കും അല്ലാഹ്, നിങ്ങളുടെ വലിയ അല്ലാഹു ആകുന്നു. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും വലിയാണ്. വല്ലദീന ആമനു, വിശ്വാസികളും. അവിടെ അല്ലാഹു വലിയാണ്, റസൂല് വലിയാണ്, വിശ്വാസികൾ വലിയുകളാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം? അള്ളാഹുവെപ്പോലെ മറ്റുള്ളവരൊക്കെ വലിയാണെന്നാ? അള്ളാഹുവിൻ്റെ അള്ളാഹു രക്ഷാധികാരിയാണ്, അള്ളാഹു സഹായിയാണ്. ഇതേപോലെ പടപ്പുകളും സഹായികളാ? അള്ളാഹുവെപ്പോലെ പടപ്പുകൾ സഹായികളാ? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ വിലായത്ത്, അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും അത് പടപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് സമ്പൂർണ്ണമായ നിലക്കാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ അന്യോന്യം വലിയകളാണെങ്കിലും പടപ്പുകൾ എന്നുള്ളതിൽക്ക് അപൂർണത ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് സമ്പൂർണ്ണാർത്ഥത്തിലാണ്. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. അള്ളാഹു നിങ്ങളുടെ വലിയാണെന്ന് പറഞ്ഞു, റസൂലും വലിയാണെന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങൾ വലിയാണെന്ന് പറഞ്ഞു. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ധന്യനാണ്, സ്വയം പര്യാപ്തനാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവർ, പടപ്പുകൾ, അവർ ആരായാലും അവർ സ്വയം പര്യാപ്തരല്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കി നിങ്ങൾ. ചില ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയാണ്, മൈ യഹ്റുസ്നി അല്ലൈല, ഇന്ന് ആരാണ് ഈ രാത്രി എനിക്ക് കാവൽ നിൽക്കുക എന്ന് റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട് സഹാബത്തിനോട്. ഈ രാത്രി എനിക്ക് ആരാണ് കാവൽ നിൽക്കുക? എന്തിനാ കാവൽ? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ മുനാഫിഖീങ്ങൾ കളിച്ച്, ജൂതരി കളിച്ച്, അവർ പലവിധ ശത്രുതാപരമായ നിലപാടുകൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് പ്രയോഗവൽക്കരിക്കുവാൻ ചാൻസ് നോക്കി നടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെക്യൂരിറ്റി ആവശ്യമായി വന്ന്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, ഈ രാത്രി എനിക്ക് ആര് കാവൽ നിൽക്കും? ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ മുസൽ അശ്ശരി പറയാണ്, റസൂലുള്ളാഹി അങ്ങനെ ചോദിച്ചു, ഒരു ദിവസം ഞാനാണ് റസൂലുള്ളാഹിക്ക് കാവൽ നിന്നത്. കണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് വേണം? ആവശ്യമായി വന്നു, സെക്യൂരിറ്റി, കാവൽ ആവശ്യമായി വന്നു. അതുകൊണ്ട് കാവൽക്കാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തി. അതേപോലെ ഒരിക്കൽ കാണാം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മറ്റും കാവൽ നിന്ന ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ വേണ്ടി വന്നു. കാരണം എന്താ? ചില അപകട സാധ്യതകളെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടായി. അങ്ങനെ കാവൽ നിർത്തി. ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തി ഉറങ്ങുമ്പോൾ രാത്രിയാണ് കാവൽ. അങ്ങനെ ഒരു വ്യക്തിനെ നിർണയിച്ച് കാവൽ നിർത്തിയിട്ടില്ല. സഹാബികളൊക്കെ എന്താ, ഊഴമനുസരിച്ചാണ് കാവൽ നിൽക്കുക, ഊഴമനുസരിച്ച്. ചിലരൊരു ദിവസം അങ്ങനെ. ഒരു ദിവസം കാവൽക്കാരുടെ എണ്ണം കൂടിയപ്പോൾ അവർ ഉറക്കം പോകാൻ വേണ്ടിയിട്ട് വർത്താനം പറഞ്ഞ് ഇരിക്കണം, അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. അങ്ങനെ കാവൽ നിന്നപ്പോൾ ശബ്ദം കൂടി ഇവരുടെ വർത്താനത്തിൽ. അപ്പോൾ അവസാനം റസൂലുള്ളാഹിക്ക് ഉറക്കം വരാതായി ഇവരുടെ വർത്താനം കൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളിങ്ങനെ സംസാരിക്കണേ?
അപ്പോൾ അവർ സംസാരിക്കുന്നത് അവർ ഉറക്കത്തിൽ വീണു പോകാതിരിക്കുവാൻ സംസാരിക്കുകയാണ്. പക്ഷെ അവർ പാഴ് സംസാരമല്ല, വേണ്ടാത്ത സംസാരമല്ല നടത്തണേ. പിന്നെയോ അവർ ദജ്ജാലിനെ കുറിച്ച് അനുസ്മരിക്കുകയാണ്. ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ് രാത്രി സമയം കഴിച്ചു വിട്ടാണ്. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ സംസാരത്തിൽ ഭാഗവാക്കായി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്? ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നത് അശ്ശിർക്കുൽ ഖഫി, ഗോപ്യമായ ഷിർക്കാണ്. ഗോപ്യമായ ഷിർക്കാണ് ഞാൻ ദജ്ജാലിനേക്കാൾ നിങ്ങൾക്ക് ഭയക്കുന്നത്. എന്താ ഗോപ്യമായ ഷിർക്ക്? അത് ലോകമാന്യതയാണ് എന്ന് പറഞ്ഞു. ലോകമാന്യത എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വലി എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്പൂർണ്ണാർത്ഥത്തിലാണ്. അള്ളാഹു സ്വയം പര്യാപ്തനും ധന്യനുമാണ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ പടപ്പുകളിൽ അവർ വലിയ എന്നവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പടപ്പുകളാണ് എന്നുള്ള ആ പ്രത്യേകതയിൽ മാത്രമാണ്, സമ്പൂർണ്ണാർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ അത്യുത്തമൻ. സയ്യിദ് വലദി ആദം അല്ലെങ്കിൽ ഉൽദി ആദം, ആദം സന്തതികളിൽ സയ്യിദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സയ്യിദിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാവൽ നിർത്തിയിരുന്നു, സെക്യൂരിറ്റി ആവശ്യമായി വന്നിരുന്നു. ആ സയ്യിദാണ് ഉഹദിൻ്റെ രണാങ്കണത്തിൽ മുശ്രിക്കീങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്നത്. അബൂബക്കർ, ഉമർ, അതേപോലെ ത്വൽഹ, അബൂ തൽഹ തുടങ്ങിയവരൊക്കെ റസൂലുള്ളാഹിക്ക് മറ തീർക്കുകയാണ്. ഉമ്മു അമ്മാറ നുസൈബ ബിൻത് കഅബിനിൽ മാസിനിയ റസൂലുള്ളാഹിക്ക് ചുറ്റും പാഞ്ഞു നടക്കുകയാണ്. എന്താ അവർ ചെയ്തിരുന്നത്? റസൂലുള്ളാഹിൻ്റെ നേരെ വരുന്ന അമ്പുകൾ അവർ മാറ് കാണിച്ച്, പുറം കാണിച്ച് സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ നേരെ വെട്ടുന്ന വെട്ട് അവർ ശരീരം കൊണ്ട് മറക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ മനുഷ്യ വലയം സൃഷ്ടിച്ച് റസൂലുള്ളാഹിനെ സംരക്ഷിക്കുകയാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുറിവേറ്റു, പോറലേറ്റു. തിരുനബിയുടെ നെറ്റി പൊട്ടി, കവിള് കീറി, മുൻപല്ല് പൊട്ടി, പെരടിയിൽ വെട്ടേറ്റു. ഒരു മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറിവിൽ വേദനയിൽ കഴിച്ചുകൂട്ടി. റസൂലുള്ളാഹിയുടെ തല പൊട്ടിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ നിന്ന് ഷറഫാക്കപ്പെട്ട മുഖത്തിലൂടെ രക്തമൊലിച്ചിറങ്ങിയപ്പോൾ ആ രക്തം തുടച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫ യുഫ്ലിഹു ഖൗമുൻ ഷജ്ജു റഅസ റസൂലിഹിം, സ്വന്തം തങ്ങളിലേക്ക് നിയോഗിതനായ റസൂലിൻ്റെ തല പൊട്ടിച്ച ഒരു വിഭാഗം ആളുകൾ അവരെങ്ങനെ ജയിക്കാനാണ്, വിജയം കാണാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല പൊട്ടി രക്തൊലിച്ചിട്ട് മുഖം മുറിഞ്ഞിട്ടുണ്ട്, പെരടി പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണ് അറിയിക്കുന്നത്? അതൊക്കെ അറിയിക്കുന്നത് അള്ളാഹുവാണ് സ്വയം പര്യാപ്തനും ധന്യനും. പടപ്പുകൾ അവർ ആരായാലും അവർ പടപ്പുകൾ എന്നുള്ള നിലക്ക് അവർക്ക് എന്തുണ്ടാകും? അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇന്നമാ വലിയക്കുമുല്ലാഹു വ റസൂലു, അള്ളാഹു നിങ്ങളുടെ വലിയാണ്, റസൂൽ നിങ്ങളുടെ വലിയാണ്. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവെ പോലെ വലിയ എന്ന, അള്ളാഹുവോട് ചോദിക്കേണ്ടതൊക്കെ ഇവിടെ ചോദിക്കാമെന്ന, അള്ളാഹുവോട് തേടേണ്ടതൊക്കെ ഇവിടെ തേടാമെന്ന, അള്ളാഹു നിർവഹിച്ചു തരുന്നതൊക്കെ റസൂൽ നിർവഹിച്ചു തരുന്ന, ഒരിക്കലുമല്ല. അള്ളാഹു വലിയ എന്ന് പറയുമ്പോൾ അത് സമ്പൂർണ്ണാർത്ഥത്തിലാണ്. അള്ളാഹു ധന്യനും സ്വയം പര്യാപ്തനുമാണ് എന്നുള്ള നിലക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഖൽഖാണ്, പടപ്പാണ്, സൃഷ്ടിയാണ്. ആ പ്രത്യേകതയിൽ ആണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പുറമുള്ള ഇതര മനുഷ്യരായിട്ടുള്ള മഹത്തുക്കൾ, വലിയുമാർ, അവരൊക്കെ എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുവെങ്കിൽ മറ്റു മഹത്തുക്കളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവർ ഔലിയാക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ അള്ളാഹുവെപ്പോലെ വലിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കാനോ വിഷയം മനസ്സിലാക്കാനോ പാടുള്ളതുമല്ല എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 2 പ്രാർത്ഥന ഉണ്ട്, 2 നബിമാരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒന്ന് വലിയിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാണ്,
2 അൽ വലി എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിയാകുന്നു ആ നബിമാരുടെ പ്രാർത്ഥന. 3 നബിമാരാണ് പ്രാർത്ഥിക്കുന്നത് ആരോട്? വലിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. നബിമാർ ഔലിയാക്കളാണ്, വലിയമാരാണ്. വലിയമാരായ നബിമാർ യഥാർത്ഥ വലിയായ അള്ളാഹുവിനെ മുൻനിർത്തി, അള്ളാഹുവിൻ്റെ വലി എന്ന നാമത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടുന്ന 2 തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നത്. ആ ചരിത്ര പശ്ചാത്തലം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. 1 യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. എന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ രാജാധികാരത്തിൽ നിന്ന് എനിക്ക് നൽകി. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറയുവാനുള്ള അറിവ് അതിൽ നിന്നും നീ എനിക്ക് നൽകി. ഫാത്തിറസ് സമാവാതി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നീയാകുന്നു എൻ്റെ വലിയ രക്ഷാധികാരിയും സഹായിയും. തവഫനി മുസ്ലിമൻ, മുസ്ലിമായിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ. ഇതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. എപ്പോഴാ ഈ ദുആ? ഈ ദുആ എപ്പോഴാ? അള്ളാഹുവിൽ നിന്ന് ഈ ഭൗതികതയിൽ എമ്പാടും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ്. അദ്ദേഹം പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട് അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ഈജിപ്റ്റ് ദേശത്ത് അദ്ദേഹം വിൽക്കപ്പെട്ടു, അസീസിൻ്റെ കൊട്ടാരത്തിലെത്തിപ്പെട്ടു. അസീസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിന്നീട് ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ജയിലിൽ നിന്ന് പിന്നീട് അദ്ദേഹം പുറത്തു കടന്നു, കൊട്ടാര ജീവിതം അനുഷ്ഠിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. മാതാപിതാക്കളെ അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു നൽകി. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ദൂരെയായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിൽ, സഹോദരങ്ങളും വാപ്പയും ഉമ്മയൊക്കെ കനാൻ ദേശത്ത്. ആ കനാൻ ദേശത്ത് നിന്ന് സഹോദരങ്ങൾ വന്നു, വാപ്പയും ഉമ്മയും വന്നു. അങ്ങനെ വാപ്പയും ഉമ്മയും ഒന്നിച്ച് ഈജിപ്തിലെ കൊട്ടാരത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ നാളുകളിൽ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന വ്യാഖ്യാനം നൽകി. അതുകൊണ്ട് ആളുകൾ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് നുബൂവത്ത് ലഭിച്ചു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളാണ്. ഈ നിഅമത്തുകളെല്ലാം സ്വീകരിച്ചതിൽ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനത്തെ പ്രാർത്ഥനയാണ്. എന്താ ദുആ? അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹുവേ നീയാകുന്നു എൻ്റെ വലിയ രക്ഷാധികാരിയും സഹായിയും. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ, എന്നെ മരിപ്പിക്കുമ്പോൾ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് നീ എന്നെ ചേർത്തുകയും ചെയ്യണമേ എന്ന് പറയണം. അള്ളാഹുവിൻ്റെ അൽ വലി എന്ന നാമത്തെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കണം ഏറ്റവും നല്ല 2 ചോദ്യങ്ങൾ. ഒന്ന് മുസ്ലിമായിട്ടുള്ള മരണം, മറ്റൊന്ന് മരിച്ചതിന് ശേഷം എവിടെ ചെന്ന് ചേരേണ്ടത്? സാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അല്ലാഹുമ്മ അൽഹിഖ്നി ബിർറഫീഖിൽ ആലാ, അത്യുന്നതങ്ങളിൽ ഉത്തമമായ ഒരു കൂട്ടുകെട്ടുണ്ട്. നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, സാലിഹീങ്ങളുടെ കൂട്ടുകെട്ട്, അവിടെ എത്തിക്കാനാണ് പ്രാർത്ഥിച്ചത്. അപ്പം അതാണ് ഇവിടെ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ അൽ വലി എന്ന് പറയുന്ന നാമത്തെ മുൻനിർത്തിയിട്ട്. അതിന് സമാനമായ ദുആകൾ സാലിഹീങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുണ്ട്. തവഫന മുസ്ലിമൻ തവഫന മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കണമേ. അതേപോലെ തന്നെ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോട് നീ ഞങ്ങളെ ചേർത്തേണമേ എന്ന് പറഞ്ഞ് സജ്ജനങ്ങൾ ദുആ ഇരുന്നതായ ദുആവുകൾ
ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ ദുആയായി ഉയർത്തിയപ്പോൾ അൻത വലി, അള്ളാഹുവെ നീയാകുന്നു എൻ്റെ വലിയ എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിനോട് തേടിയിട്ടുള്ളത്. അപ്പം മനുഷ്യർ വലിയുകളാണ്, നബിമാർ വലിയുകളാണ്. ഇപ്പം വലിയുകളായ നബിമാർ യഥാർത്ഥ വലിയായ അള്ളാഹുവിനോട് തേടുകയാണ്. അപ്പം അള്ളാഹു ആര്? പടപ്പുകൾ അവർ ആരായാലും ആര്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടില്ലേ നബിയെക്കുറിച്ച് വലിയെന്ന്, നബിമാരെക്കുറിച്ച് വലിയകളെന്ന്. അതുകൊണ്ട് നമുക്ക് നബിമാരോടും തേടാം, നബിമാരെയും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ചിലർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നബിമാരായ വലിയുകൾ അള്ളാഹു ആകുന്ന യഥാർത്ഥ വലിയനെ വിളിച്ചിട്ട് തേടുന്ന തേട്ടാണ് നമ്മൾ വിട്ട വിശുദ്ധ ഖുർആനിൽ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്? അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. രണ്ടാമത്തെ സംഭവം, വലി എന്ന നാമത്തെ മുൻനിർത്തി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത സംഭവമാണ്. അതെന്താ? വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിനാ ഫലമ്മാ അഖദതുഹുമുർ റജ്ഫ ഖാല റബ്ബി ലൗ ശിഅത അഹ്ലക്തഹും മിൻ ഖബ്ലി വഇയ്യായ അതുഹ്ലികുനാ ബിമാ ഫഅല അസ്സുഫഹാഉ മിന്നാ ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക തുദില്ലു ബിഹാ മൻ തശാ വതഹ്ദി മൻ തശാ അൻത വലിയുനാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തോടനുബന്ധിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആയാണ്. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഖൗമിൽ നിന്ന് 70 ആളുകളെ തിരഞ്ഞെടുത്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമാരാ? ബനു ഇസ്രായേൽ, ഇസ്രായേല്യരാണ്. ഇസ്രായേലരിൽ നിന്ന് 70 ആളുകളെ തിരഞ്ഞെടുത്ത്. എന്തിന്? ലി മീഖാത്തിന, അള്ളാഹുവിനോടുള്ള മീഖാത്തിന് വേണ്ടി. അള്ളാഹു അവർക്ക് ഒരു സമയം നിശ്ചയിച്ച്, ഒരു സ്ഥലവും നിശ്ചയിച്ച്, അള്ളാഹുമായിട്ടുള്ള ഒരു പ്രത്യേക മീറ്റിങ്ങിന് വേണ്ടി. മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുമുട്ടലിന് വേണ്ടി. കണ്ടുമുട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹനെ നേരിട്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ അവർക്ക് പശ്ചാത്തപിക്കുവാനും തൗബ ചെയ്യുവാനുമുള്ള ഒരു വേദിക്ക് വേണ്ടി, അങ്ങനെ പറയാം. അത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തി സമുദ്രമാർഗേണ മറുകര പറ്റി സൈനായിലെത്തി. ഇസ്രായേലിയരെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് സമുദ്രമാർഗേണ മറുകര പറ്റി. അതൊരു മഹാത്ഭുതമാണ്. മറുകര പറ്റി ഉടനെ തന്നെ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിയർക്ക് മാർഗഭ്രംശനം, നേരിയ ഇളക്കം. അതുകൊണ്ടാണ് സമുദ്രം കടന്ന ഉടനെ തന്നെ ഇസ്രായേലിയർ എന്ത് ചെയ്തു? പശുക്കുട്ടിനെ ആരാധിക്കണ കണ്ട്. അപ്പോൾ ഉടനെ മൂസാനോട് പറയണം ഇജഅല്ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊക്കെ അതാ വിഗ്രഹങ്ങളുണ്ട്, ഞങ്ങൾക്കൊരു വിഗ്രഹമാണെന്ന്. വേണ്ട. അപ്പോൾ ഇസ്രായേലിയരുടെ ഇളക്കാണത്. ഏതായാലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തിരുത്തി, എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി. അങ്ങനെ സൈനായിൽ അവരെ നിർത്തി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോടുള്ള മുനാജാത്തിന് വേണ്ടിയിട്ട് തൂർ പർവ്വതത്തിലേക്ക് പോയി. അങ്ങനെ തൂർ പർവ്വതത്തിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാനാണ് പോയത്. അങ്ങനെ തൗറാത്ത് സ്വീകരിക്കുവാൻ വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയപ്പോൾ ഹാറൂനെ ഇസ്രായേലിയരിൽ പ്രതിനിധിയാക്കിയിട്ടാണ് പോയത്. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയപ്പോഴുണ്ടല്ലോ, അദ്ദേഹം തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് അള്ളാഹു പറയാണ് വത്തഖദ ഖൗമു മൂസ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. മൂസാക്ക് ശേഷം എന്ത് ചെയ്തു? മൂസാൻ്റെ ഖൗമ് അവരുടെ ആഭരണങ്ങളിൽ നിന്നൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കി. എങ്ങനെയുള്ള പശുക്കുട്ടിയാണ്? ലഹു ഖുവാർ, മുക്രയിടുന്ന പശുക്കുട്ടി. അതായത് ഈ പശുക്കുട്ടികൾക്കുണ്ടല്ലോ ഒരു ഓരിയിടൽ, കരച്ചിൽ. അങ്ങനെ മുക്രയിടുന്ന ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി. എന്നിട്ട് അവർ ആ പശുക്കുട്ടിനെ ആരാധിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീല ഇത്തഖദൂഹു വകാനൂ ളാലിമീൻ. ആ പശുക്കുട്ടി അവരോട് സംസാരിക്കണില്ല, അവർക്കൊരു മാർഗ്ഗം അറിയിക്കണമില്ല. എന്നിട്ടും ഇത്തഖദു, അവർ ആ പശുക്കുട്ടിനെ സ്വീകരിച്ചു, അവർ അക്രമികളായിക്കൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൂർ പർവ്വതത്തിൽ നിന്ന് അള്ളാഹിനോടുള്ള മുനാജാത്ത് കഴിഞ്ഞിട്ട് മടങ്ങാണ്. തൗറാത്തിൻ്റെ ലൗഹകൾ സ്വീകരിച്ച്, ഫലകങ്ങൾ സ്വീകരിച്ചിട്ട് മടങ്ങുമ്പോൾ
വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ് ഇസ്രായേല്യർ പശുക്കുട്ടിനെ ആരാധിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കോപമിളകി, ദേഷ്യമിളകി, അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഫലകങ്ങൾ നിലത്തിട്ട് ഹാറൂനെ പിടിച്ച് താടി പിടിച്ച് കുലുക്കി ദേഷ്യപ്പെട്ട്. അപ്പോൾ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒഴിവുകഴിവ് പറഞ്ഞ് താൻ തിരുത്തിയെങ്കിൽ അവർ സ്വീകരിച്ചില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ഏതായാലും അള്ളാഹുവിൻ്റെ ദേഷ്യവും കോപവും ഈ ഇസ്രായേല്യരിൽ ഉണ്ടാകാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെടാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലൊരു വൻ സമൂഹമാണ്. ആ വൻ സമൂഹത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട 70 പേരെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകം പെറുക്കിയെടുത്തിട്ട് അവരേറ്റ് പോവുകയാണ്. എന്തിന്? വീണ്ടും ഒരിക്കൽ കൂടി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാനും തൗബ ചെയ്യാനും. അപ്പോൾ സാധാരണക്കാരൊക്കെ മാറ്റി വെച്ചിട്ട് പ്രത്യേകക്കാരെ തിരഞ്ഞെടുത്ത് ആ 70 പേരെ, എന്നിട്ട് അവരെയും കൊണ്ട് പോകുകയാണ് അള്ളാഹിനോടുള്ള ഒരു മീഖാത്തിന് വേണ്ടി. അള്ളാഹിനോട് പശ്ചാത്തപിക്കുവാനും തൗബ ചെയ്യുവാനും ഒരു സമയവും സ്ഥലവും നിശ്ചയിച്ചിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അതാണ് മീഖാത്ത്. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതാണ് വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാത്തിന. നമ്മോടുള്ള മീഖാത്തിന് വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 70 ആളുകളെ തിരഞ്ഞെടുത്തു. ഫലമ്മ അഖദതുഹുമുർ റജ്ഫ, ഉഗ്രമായ കുലുക്കം അവരെ പിടികൂടിയപ്പോൾ ഖാല റബ്ബി ലൗ ശിഅത അഹ്ലക്തഹും മിൻ ഖബ്ലു വ ഇയ്യായ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചോനെ നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവരെയും എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അത് പറയാൻ കാരണം എന്താണെന്നറിയാം? ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊടുത്തത് പോലെ ഈ പണി ഇവരെന്ത് ചെയ്ത് തികഞ്ഞ നന്ദികേടാണ് ചെയ്തത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥലത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് അവരിലുള്ള ആഭരണങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പശുക്കുട്ടിനെ ഉണ്ടാക്കി. എന്നിട്ട് ആ പശുക്കുട്ടിനെ പൂജിക്കാണ് അവർ ചെയ്തത്. അത് അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹമായിട്ടുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് തൗബ ചെയ്യാനാണ് എന്ത് ചെയ്തത്? 70 ആളുകളെ തിരഞ്ഞെടുത്തത്. ആ 70 ആളുകൾ ആരാ? 70 ആളുകൾ സെലക്റ്റഡ് മെമ്പർമാരാണ്, പണ്ഡിതന്മാരാണ്. അങ്ങനെ ഇവരെയും കൊണ്ട് തൗബ ചെയ്യുവാൻ ആ മീഖാത്ത് വാഗ്ദത്ത സ്ഥലവും സമയവും അവിടേക്ക് പോയി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കും. അള്ളാഹുവും മൂസയും തമ്മിൽ എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ദാസനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അള്ളാഹുവിനോട് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് ഈ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഈ 70 ആളുകളുടെ അല്ല, അവർ പറയുന്നത് എന്താണല്ലോ? അരിൻ അല്ലാഹ ജഹ്റത്തൻ, ഞങ്ങൾക്കും പരസ്യമായിട്ട് അള്ളാഹിനെ കാണിച്ചു തരണമെന്നാണ്. ഞങ്ങൾക്കും പരസ്യമായിട്ട് അള്ളാഹുവിനെ കാണിച്ചു തരണം. ഒന്ന് ആലോചിച്ച് നോക്കാണി. മനസ്സിലായി? പണ്ടൊരു കഥയിൽ പറയാറുണ്ട്, മനസ്സിലല്ലേ, മത്തായി പഴച്ചീനെ കുറിച്ച്. ഒരു വീട്ടിൽ ചെന്ന്, അപ്പോൾ ആ വീട്ടിലെ വാപ്പ പറയാണ്, കാരണം പിതാവ് പറയാണ്, എല്ലാ മക്കളും പഴച്ച് മത്തായി മാത്രമാണ് നന്നായത്. അപ്പോൾ ഈ സന്ദർശകനൊരു കൗതുകം, മത്തായിനെ കാണാൻ, നല്ല മകനാണെങ്കിൽ ഒന്ന് കാണണമല്ലോ. അപ്പോൾ ഇവിടെ മത്തായിനെ വെച്ച്, അപ്പോൾ മത്തായി അമ്മനോട് പിണങ്ങിയിട്ട് പെരക്ക് തീ കൊടുക്കാൻ കയറിയിട്ടുണ്ട്. അമ്മനോട് തെറ്റിയിട്ട് വീടിന് തീ കൊളുത്താൻ വേണ്ടിയിട്ട് മുകളിൽ വണ്ടി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെയാണ് തിരഞ്ഞെടുത്തവൻ്റെ സ്വഭാവമാണിത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ തിരഞ്ഞെടുത്തിട്ട് ഇവരെ തൗബ ചെയ്യാനും അള്ളാഹിനോട് ദുആ ഇരക്കാനും കൊണ്ടുപോയതാണ്. പക്ഷെ അവരവിടെ എത്തിയപ്പോൾ പറയാണ്, ഞങ്ങൾക്ക് അള്ളാഹിനെ കാണണം, നേരിട്ട് കാണണം, തുറന്ന് കാണണം എന്നവർ പറയണം. ഈ സമയത്താണ് ഫഅഖദതുഹുമുർ റജ്ഫ, അവർക്ക് ശക്തമായ ഉഗ്രമായ ഒരു കുലുക്കം, പ്രകമ്പനം പിടികൂടി. അപ്പോൾ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയണം, അള്ളാഹുവെ നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവരെയും എന്നെയും നശിപ്പിക്കാമായിരുന്നില്ലേ? അതുഹ്ലികുനാ ബിമാ ഫഅല സുഫഹാഉ മിന്ന, ഞങ്ങളിൽ നിന്ന് മൂഢന്മാർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക്, ഇത് നിന്നിൽ നിന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണ്. തുദില്ലു ബിഹാ മൻ തശാ വ തഹ്ദി മൻ തശാ, ആ പരീക്ഷണത്തിലൂടെ നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴികേടിലാഴ്ത്തുകയും നീ ഉദ്ദേശിക്കുന്നവരെ നീ ഹിദായത്തിലാക്കുകയും ചെയ്യും. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന, അൻത വലിയുന, അള്ളാഹുവെ നീയാകുന്നു ഞങ്ങളുടെ വലിയ രക്ഷാധികാരി, സഹായി. ഫഗ്ഫിർ ലന, അതുകൊണ്ട് നീ ഞങ്ങളോട് പൊറുക്കണമേ. വർഹംന, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. വഅൻത ഖൈറുൽ ഗാഫിരീൻ, നീ ഏറ്റവും നന്നായി പാപം പൊറുക്കുന്നവനാണല്ലോ എന്ന് തേടണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ?
ഈ ആളുകൾക്കുണ്ടല്ലോ, അവർക്ക് ഘോര ശബ്ദം പിടികൂടി അവർ മരിച്ച്. പക്ഷേ മരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ഹയാത്ത് നൽകി. ഇത് പിന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിലെ ഇതര ആയത്തുകളിലൂടെ അതേപോലെ തന്നെ റിവായത്തുകളിലൂടെ തഫ്സീറുകളിലൂടെ മനസ്സിലാക്കാനുള്ള ഒരു വിശാലമായ ചരിത്രമാണിത്. ഇസ്രായേലരുമായി ബന്ധപ്പെട്ട വിശാലമായിട്ടുള്ളൊരു ചരിത്രമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടുകയാണ്. കാരണം ഈ 70 ആളുകൾ മരിച്ചിട്ട് ഇനി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോകേണ്ടത് എവിടുക്കാ? ഇവരുടെ ബന്ധുക്കളുടെ അടുക്കലേക്കാണ്. ആ ബന്ധുക്കളാണ് ആര്? ബനു ഇസ്രായേൽ. ഇവരില്ലാതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയാം ഇസ്രായേലിയരുടെ സ്വഭാവം. അതുകൊണ്ടാണ് അവിടെ വെച്ച് അള്ളാഹുവിനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിവിധം പ്രാർത്ഥിക്കുന്നത്. പഠിച്ചോനെ, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഞങ്ങളെ മരിപ്പിച്ചുകൂടായിരുന്നു. ഞാൻ ഇവരെ തിരഞ്ഞെടുത്തിട്ട് നിൻ്റെ മീഖാത്തിന് വേണ്ടിയിട്ട് വന്ന് ഇവരവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ആളുകളിൽ നിന്ന് വിദൂരമായി എൻ്റെ നേതൃത്വത്തിൽ വന്നതിന് പിന്നെയാണോ നീ ഇവരെ നശിപ്പിക്കണത്? ഇതിനു മുമ്പ് തന്നെ എന്നെയും അവരെയും നശിപ്പിച്ചുകൂടായിരുന്നില്ലേ? ഇനി ഞാൻ എങ്ങനെ ഇവരില്ലാതെ ഇസ്രായേലിയരിലേക്ക് മടങ്ങും? എന്തായിരിക്കും ഇസ്രായേലിയരുടെ പ്രതികരണം? ആ ഒരു വികാരത്തിലും വിചാരത്തിലാണ് ആര് പ്രാർത്ഥിക്കുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അതിൽ പിന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹയാത്ത് നൽകുന്നത്. ഏതായാലും അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആയിരുന്നു, അൻത വലിയുന, അള്ളാഹുവെ നീയാകുന്നു ഞങ്ങളുടെ വലിയ രക്ഷാധികാരിയും സഹായിയും. അതുകൊണ്ട് ഫഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പൊറുക്കണമേ. വർഹംന, നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. വ അൻത ഖൈറുൽ ഗാഫിരീൻ, നീ പാപം പൊറുക്കുന്ന ഉത്തമൻ ആണല്ലോ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അൽ വലി എന്ന് പറയുന്ന നാമത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ നാമം അർത്ഥമാക്കുന്നത് എന്ത്? ആ നാമത്തിൻ്റെ തേട്ടം എന്ത്? ആ നാമത്തെ മുൻനിർത്തിയുള്ളതായ ദുആകളുണ്ട്. അതിൽ 2 ദുആ, ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 ചരിത്രവും നിങ്ങളെ കേൾപ്പിച്ചത്. ചില ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഒരു ദുആയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽപ്പെട്ടതായിരുന്നു, യാ വലിയൽ ഇസ്ലാം വ അഹ്ലിഹി സബ്ബിത്നി ബിഹി ഹത്താ അൽഖാക് എന്ന റസൂലുള്ളാഹിന്റെ ദുആ. യാ വലിയൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സഹായിയായ അള്ളാഹുവേ, വ അഹ്ലിഹി, ഇസ്ലാമിൻ്റെ അഹ്ലുകാർ അഥവാ മുസ്ലിമീങ്ങൾ, അവരുടെ സഹായിയും രക്ഷാധികാരിയുമായ അള്ളാഹുവേ. അവിടെ റസൂലുള്ള യാ വലിയൽ ഇസ്ലാം വ അഹ്ലി എന്നാണ് പറഞ്ഞത്. എന്താ റസൂലുള്ളാഹിന്റെ തേട്ടം? സബ്ബിത്നി ബിഹി ഹത്താ അൽഖാക്, മരണം വരിച്ച് നിന്നെ കണ്ടുമുട്ടുവോളം ഇസ്ലാമിൽ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ. ഇസ്ലാമിൽ എന്നെ നീ ഉറപ്പിച്ച് നിർത്തണമേ. ഇവിടെ ഇസ്ലാമിൽ മരണപ്പെടുന്നത് വരെ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുവാൻ അള്ളാഹുവിനെ വിളിച്ചത് എങ്ങനെയാണ്? യാ വലിയൽ ഇസ്ലാം വ അഹ്ലിഹി, ഇസ്ലാമിൻ്റെ വലിയെ, മുസ്ലിമീങ്ങളുടെ വലിയെ എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നോക്കി നിങ്ങൾ. സബാത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിൽ കാൽപാദങ്ങൾ ഉറച്ചു നിന്ന് മരണം വരിക്കുന്നത് വരെ ഇസ്ലാമിൽ തുടരാനുള്ള ദുആൻ. ആ ദുആയിൽ റസൂലുള്ളാഹിൻ്റെ വിളി അള്ളാഹുവിനോട് യാ വലിയൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വലി എന്നുള്ള നാമത്തെ വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. ആ വിഷയത്തിലൊരു ഹദീസാണിത്. മറ്റൊരു ഹദീസ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അതിൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അംർ ബിൻ ആസ് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ? യഖൂൽ ഇന്ന ആല അബി ഫുലാൻ ലൈസു ലി ബി ഔലിയ ഇന്നമാ വലിയല്ലാഹ് വസാലിഹുൽ മുഅ്മിനീൻ വലാകിൻ ലഹും റഹിമുൻ അബുല്ലുഹ ബിബലാലിഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ആല അബി ഫുലാൻ, ഇന്ന കുടുംബക്കാർ, ലൈസു ലി ബി ഔലിയ, എനിക്ക് ഔലിയാക്കളല്ല, എനിക്ക് ബന്ധുക്കളല്ല എന്നുള്ളതാണ്. ഇന്ന വലിയ അള്ളാഹ്, എൻ്റെ വലിയ അള്ളാഹു ആകുന്നു.
വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ സൽവൃദ്ധന്മാരുമാകുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇവിടെ ഇന്ന ആല അബി ഫുലാൻ, ഇന്ന കുടുംബക്കാർ എന്നാണ്. അബി ഫുലാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്താ? ചിലർ പറഞ്ഞ് അബൂ താലിബിൻ്റെ കുടുംബമാണ്, ചിലർ പറഞ്ഞ് അബൂ സുഫിയാൻ്റെ കുടുംബമാണ്, ചിലർ പറഞ്ഞത് അബുൽ ഹക്കമിൻ്റെ കുടുംബമാണ്, ചിലർ പറഞ്ഞ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറൈശികൾ, അവർ അമുസ്ലിമീങ്ങൾ, സ്വാഭാവികമായിട്ടും മുസ്ലിമീങ്ങളല്ല അമുസ്ലിമീങ്ങൾ. അപ്പോൾ അവരൊന്നും എൻ്റെ വലിയകളല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം അവർക്ക് ആദർശബന്ധമല്ല, കേവല കുടുംബബന്ധമേ ഉള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആദർശത്തിൽ ബന്ധമല്ലാതെ കേവല കുടുംബബന്ധം, അതുകൊണ്ട് കാര്യമല്ല. അവരൊന്നും എൻ്റെ ഔലിയാക്കളല്ല എന്നാണ് പറയുന്നത്. എൻ്റെ വലിയ അള്ളാഹുവാണ്, മുഅ്മിനീങ്ങളിൽ സാലിഹീങ്ങളുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വലാകിൻ ലഹും, മുശ്രിക്കുകളായ കുടുംബക്കാരുണ്ട്, റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാർ, അവർക്കുണ്ട് റഹിമുൻ, കുടുംബബന്ധം, രക്തബന്ധം. അബുല്ലുഹ ബിബലാലിഹ, ആ കുടുംബബന്ധം ഞാൻ ചേർത്തും, അവരിനി മുശ്രിക്കാണെങ്കിലും ശരി, കുടുംബബന്ധം ഞാൻ ചേർത്തും അവർ മുശ്രിക്കാണെങ്കിലും ശരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാൻ ഈ ഹദീസ് കൊണ്ടുവന്നത് അള്ളാഹു വലിയാണ് എന്നത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മുഅ്മിനീങ്ങളിൽ സാലിഹീങ്ങളും വലിയുകളാണ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു രണ്ടും ഒരേ അർത്ഥത്തിലുള്ള വലിയകളല്ല. അള്ളാഹു വലി എന്ന് പറയുമ്പോൾ യഥാർത്ഥ അർത്ഥത്തിലും പൂർണ്ണാർത്ഥത്തിലുമുള്ള വലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ അള്ളാഹുവാണ്. ഇതോടൊപ്പം ഇവിടെയുള്ള വിഷയം എന്താ? മുശ്രിക്കുകളായ കുടുംബക്കാർ എൻ്റെ വലിയുകളല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതെന്തുകൊണ്ടാ? വലിയ ആകണമെങ്കിൽ ആദർശബന്ധം ഉണ്ടാകണം. പക്ഷേ പല റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാരായിട്ടുള്ള ഖുറൈശികൾക്കും ആദർശത്തിൽ ബന്ധമല്ല. അബൂലഹബ് റസൂലുള്ളാഹിൻ്റെ പിതൃവ്യനാണ്. ആ അബൂലഹബിൻ്റെ മക്കൾ ഉത്ബ, ഉതൈബ, മിഅ്തബ് തുടങ്ങിയവർ റസൂലുള്ളാഹിൻ്റെ പിതൃവ്യൻ്റെ പുത്രന്മാരാണ്. അതിൽ ഉതൈബയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തികഞ്ഞ ധിക്കാരം കാണിച്ച സഹോദരങ്ങളാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരിൽ പലരും റസൂലുള്ളാഹിനോട് വളരെ മോശമായി അക്രമത്തിൽ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി പറയാണ് കുടുംബബന്ധമുണ്ട്, റഹീമുണ്ട്. അബുല്ലുഹാ ബിബലാലിഹ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബന്ധം ഞാൻ നിലനിർത്തും, ബന്ധം ഞാൻ ചേർത്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ശരിക്ക് കാണാം. ഇവരൊക്കെ റസൂലുള്ളാഹിൻ്റെ ശത്രുക്കളായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ള ബന്ധം നിലനിർത്തിയിരുന്നു, ബന്ധം ചേർത്തിയിരുന്നു. അവർക്ക് മാത്രമല്ല, പിന്നെ ചരിത്രത്തിൽ കാണാം അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളുടെ കുടുംബത്തിൽ ആ വീട്ടിലെ ഒരു വേലക്കാരി പെണ്ണുണ്ടായിരുന്നു. വേലക്കാരി പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബം അവരൊക്കെ ചെറുപ്പത്തിൽ ജീവിച്ചിരിക്കുക, അവർക്ക് വേല ചെയ്തിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വേലക്കാരി, പെരയിലെ വേലക്കാരി, ഒരു ഭൃത്യ, ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരും. എന്തിനാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നല്ല കൈമടക്ക് കൊടുത്തായിരുന്നു അവരെ തിരിച്ചയച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. റസൂലുള്ളാഹിൻ്റെ ആദർശം അവർക്ക് വേണ്ട, റസൂലുള്ളാഹിൻ്റെ കാശേ വേണ്ടതുള്ളൂ. അതിനു വേണ്ടി വരും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ബന്ധം ചേർത്തിരുന്നു ആ നിലക്ക്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മക്കം ഫതഹിനോടനുബന്ധിച്ചുള്ള ചരിത്രം ഉണ്ടല്ലോ, സൂറത്തുൽ മുംതഹിന അവതീർണമായ ചരിത്ര പശ്ചാത്തലം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും ഔലിയാ. ആ ഇറങ്ങണ കാരണം എന്താ? മക്കം ഫതഹിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 വരുന്ന മുസ്ലിമീങ്ങളെയും കൊണ്ട് പുറപ്പെടുമ്പോൾ ആ വാർത്ത രഹസ്യമാക്കി, ആരോടും പറയരുത് എന്നുള്ള റസൂലുള്ളാഹി നിഷ്കർഷിച്ചു. പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? റസൂലുള്ളാഹി ഒരു യുദ്ധം ഉദ്ദേശിക്കുന്നില്ല, മക്കം തിരിച്ചു പിടിക്കുക ആവശ്യമുള്ളൂ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനത്തിൽ മക്കം തിരിച്ചു പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുനബി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കക്കാർ സർവായുധ സന്നദ്ധരായിട്ട് കാത്തു നിൽക്കും. അവിടെ രക്തച്ചൊരിച്ചിൽ നടക്കും, യുദ്ധം നടക്കും. റസൂലുള്ളാഹി അവരെ തോൽപ്പിക്കും. പക്ഷേ ഒരു യുദ്ധത്തിനപ്പുറമായിരിക്കും. മക്ക നിണമണിയും, ചോര ഒലിക്കും. അതുകൊണ്ട് തന്നെ യുദ്ധമല്ലാതെ സമാധാനത്തിൽ മക്ക തിരിച്ചു പിടിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോണത്. അതുകൊണ്ട് ആരോട് ഈ വാർത്ത അറിയിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ മാതാവും സഹോദരിയും മറ്റൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഭയന്നിട്ട് എന്ത് ചെയ്ത് ഒരു പെണ്ണിൻ്റെ അടുത്തൊരു കത്ത് കൊടുത്തയച്ചു എന്നാണ്. എന്തിന്? ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഹാത്തിബ് കത്ത് കൊടുത്തയച്ച പെണ്ണേതാ? ആ പെണ്ണാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മൗലാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന പെണ്ണ്. ആ പെണ്ണിൻ്റെ അടുത്താണ് കൊടുത്തയച്ചത്. അവളാണ് കത്തേൽപ്പിച്ചിട്ട് ഹാത്തിബ് വിട്ടത്. അങ്ങനെ റൗദത്ത് ഖാഖ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. റൗദത്ത് ഖാഖ്, ഈ മദീനക്കാരുടെ മീഖാത്തുണ്ടല്ലോ, അബയാർ അലി ദുൽഹുലൈഫ, അതിവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു പച്ച പുതച്ചൊരു സ്ഥലമുണ്ട്. അതാണ് റൗദത്ത് ഖാഖ്. അവിടെ വെച്ചാണ് അലിയും അതേപോലെ സുബൈറും മറ്റും ഈ പെണ്ണിനെ പിടികൂടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു, ഇന്നടുത്ത് സ്ത്രീ ഉണ്ട്, അവളെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ പിടിച്ച് തിരഞ്ഞിട്ടൊന്നും കിട്ടിയില്ല, കത്ത് തിരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ അലിയാർ പറഞ്ഞു, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയില്ല, നിൻ്റെ മേത്തുണ്ട് തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ വസ്ത്രം നീക്കേണ്ടി വരും എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? മുടിക്കെട്ട് കഴിച്ച് കത്തെടുത്തു കൊടുത്തു. അപ്പോൾ ഈ സ്ത്രീ ആരാ? ഈ സ്ത്രീ അബ്ദുൽ മുത്തലിബിൻ്റെ മൗലാത്തായ ഒരു ഭൃത്യ അടിമ പെണ്ണായിരുന്നു. ഇവർ നബി കുടുംബത്തിന് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു പെണ്ണാണ്. അവർ വരെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിച്ച് കൈ നീട്ടിയാൽ അവരെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന് മദീന ഹിജറയ്ക്ക് ഇപ്പുറം സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം നബി കുടുംബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ വിടുക? അതുകൊണ്ടാണ് പറയുന്നത്, അവരെൻ്റെ ഔലിയാക്കളല്ലെങ്കിലും കുടുംബ ബന്ധമുണ്ട്, ആ കുടുംബ ബന്ധം ഞാൻ ചാർത്തുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. ഇവിടെ നമ്മളുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന വലിയല്ലാഹ്, എൻ്റെ വലിയ അള്ളാഹു ആകുന്നു. അവിടെ അള്ളാഹുവിൻ്റെ വലിയ എന്നുള്ള ആ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അനുസ്മരിക്കുകയാണ്. ഇതേപോലെ മറ്റൊരു സംഭവം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ ഉലാതൻ മിനൻ നബിയ്യീൻ വ ഇന്ന വലി അബി വ ഖലീലു റബ്ബി. എന്താ? ഇന്ന ലികുല്ലി നബിയ്യിൻ ഉലാത്ത്, എല്ലാ നബിമാർക്കും ഉലാത്തുകളുണ്ട്. ഉലാത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കാരും അടുപ്പക്കാരുമുണ്ട്. വ ഇന്ന വലി, എൻ്റെ വലിയ, അബി എൻ്റെ പിതാവും, വ ഖലീലു റബ്ബി എൻ്റെ റബ്ബിൻ്റെ ഖലീലുമാകുന്നു. ആരാത്? എൻ്റെ വലിയ, എൻ്റെ അബി വാപ്പയും, വ ഖലീലു റബ്ബി എൻ്റെ റബ്ബിൻ്റെ ഖലീലുമാണ് എന്ന് പറയുമ്പോൾ ആരാണ് ആ വ്യക്തിത്വം? ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇവിടെ എൻ്റെ വലിയ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. അബി എൻ്റെ പിതാവായ, വ ഖലീലു റബ്ബി എൻ്റെ റബ്ബിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി, ഇന്ന ഔലൻ നാസ് ബി ഇബ്രാഹിം ലല്ലദീന തബഊഹു വഹാദൻ നബി വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇന്ന ഔലൻ നാസ് ബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ഏറ്റവും കടപ്പെട്ടവർ ലല്ലദീന തബഊഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുധാവനം ചെയ്തവരാണ്. വഹാദൻ നബി, ഈ നബിയുമാണ്. ഈ നബി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ആമനു, വിശ്വാസികളുമാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ വലിയാകുന്നു. അള്ളാഹു മുഅ്മിനീങ്ങളുടെ വലിയാകുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. എൻ്റെ വലിയ, എൻ്റെ ഉപ്പയായ അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാകുന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? ഈ ആയത്ത് ഓതി. അവിടെ പടപ്പുകളിൽ വലിയമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എൻ്റെ വലിയ ഇബ്രാഹിം നബി ആകുന്നു.
എന്നിട്ട് റസൂലുള്ള ആയത്ത് ഓതിയിട്ട് അവസാനിപ്പിച്ചപ്പോൾ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വലിയാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി വലിയാണ്, അള്ളാഹു വലിയാണ്. പക്ഷെ അള്ളാഹു യഥാർത്ഥ വലിയാണ്. രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ, സഹായി എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ. അള്ളാഹുവിൻ്റെ പരിപൂർണതക്കും അള്ളാഹുവിൻ്റെ സ്വയം പര്യാപ്തതക്കും അനുസരിച്ചുള്ള വലി, അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തേടുന്നത് അർത്ഥമാക്കുന്നത്. എന്നാൽ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവരാരായാലും അവർക്ക് വലിയ എന്ന് പറയുമ്പോൾ പടപ്പുകൾ എന്നുള്ളതായ ആ പൂർണ്ണതയിൽ അവരെ ഏറ്റക്കുറച്ചില്ലായിരിക്കും. നബിമാർ, അതേപോലെ മുർസലീങ്ങൾ, ഉലുൽ അസ്മ, അതിനൊക്കെ അനുസരിച്ച് അവർക്ക് അതിൻ്റേതായ സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും പടപ്പുകൾ പടച്ച റബ്ബിനെ പോലെയല്ല എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വല്ലാഹു വലിയുൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളുടെ വലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ആയത്തിൽ നമ്മൾ കേട്ടു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ വലിയാകുന്നു. മറ്റൊരായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ന വലിയ അല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീൻ, അള്ളാഹു സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുന്ന രക്ഷാധികാരിയാകുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു രക്ഷാധികാരിയാണ്, സഹായിയാണ്. ആർക്കാണ് അള്ളാഹു സഹായമേകുക? ആർക്കാണ് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവുക? ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു മുഅ്മിനീങ്ങൾക്കാണ്, രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു മുത്തഖീങ്ങൾക്കാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അള്ളാഹു ഏറ്റെടുക്കുന്നത് സ്വാലിഹീങ്ങളെയാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ രക്ഷയും സഹായവും കിട്ടാൻ നമ്മൾ ഈമാൻ സാക്ഷാത്കരിച്ചവരാകണം, തഖ്വ സാക്ഷാത്കരിച്ചവരാകണം. അതേപോലെ തന്നെ സലാഹിയത്ത്, സലാഹ്, അത് സാക്ഷാത്കൃതമായവരാകണം എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അള്ളാഹു അവരുടെ വലിയാണെന്നാണ്. അതേപോലെ അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു വിശ്വസിച്ചവരുടെ വലിയാണ് വേറെ ആയത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈമാൻ, തഖ്വ, അതേപോലെ തന്നെ സലാഹിയത്ത്, നന്മ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള ആ വിലായത്ത്, സംരക്ഷണവും അതേപോലെ തന്നെ സഹായവും നമ്മുടെ നേരെ കടാക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ശരിയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആമായ വിലായത്തുണ്ട്. ആമായ വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവിലുള്ള സംരക്ഷണം. എല്ലാ കാഫിറിനും അതേപോലെ തന്നെ എല്ലാ നിഷേധിക്കും എല്ലാ തെമ്മാടിക്കും ഒക്കെ അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട്. അത് പൊതുവിലുള്ള അർത്ഥത്തിലാണ്. എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കുമുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണം. പക്ഷെ അള്ളാഹുവിൻ്റെ ഖാസായ വിലായത്തുണ്ട്, പ്രത്യേകമായ സംരക്ഷണം, പ്രത്യേകമായ സഹായം. അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. പിന്നെയോ അത് അള്ളാഹു നൽകണമെങ്കിൽ, അതുകൊണ്ട് അള്ളാഹു കടാക്ഷിക്കണമെങ്കിൽ, ആ രക്ഷയും സഹായവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളണമെങ്കിൽ അത് അരുളപ്പെടുന്നവർക്കുള്ള മേൽവിലാസമാണ് ഈമാൻ, തഖ്വ, സലാഹിയത്ത്. ഇതൊക്കെ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അതാണ് ഉണർത്തുന്നത്. വലിയു സ്വാലിഹീൻ, വലിയുൽ മുഅ്മിനീൻ, വലിയുൽ മുത്തഖീൻ, യതവല്ല സ്വാലിഹീൻ, അല്ലാഹു വലിയുല്ലദീന ആമനു. അപ്പോൾ നമ്മളുടെ ചില അഡ്രസ്സുകൾ നമുക്ക് കൃത്യമായിരിക്കണം. ഈമാൻ, തഖ്വ, അതേപോലെ തന്നെ സലാഹിയത്ത്, സലാഹ്, ഇതൊക്കെ യഥാവിധമായിരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിലായത്ത് അത് നമ്മളെ തേടിയെത്തുക എന്നുള്ളതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല അല്ല. പിന്നെയോ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖും ബിൽ ജിനാൻ, ഖൗലും ബിൽ ലിസാൻ, അമലും ബിൽ അർക്കാൻ, യസീദു ബി തആത്തിർ റഹ്മാൻ വയൻഖുസു ബി മഅസിയത്തിർ റഹ്മാൻ, അല്ലെങ്കിൽ വയൻഖുസു ബി തആത്തി ശൈത്താൻ. ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തണം, നാവ് കൊണ്ട് മൊഴിയണം, പ്രവൃത്തി പദത്തിൽ തെളിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഹനിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഈമാൻ സാക്ഷാത്കൃതാകണം. അതേപോലെ തഖ്വ, അത് സാക്ഷാത്കൃതാകണം. എന്താ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഅലുൽ മഅ്മൂറാത്ത് വ തർക്കുൽ മൻഹിയാത്ത്, കൽപ്പനകൾ പ്രാവർത്തികമാക്കലാണ്. പടച്ചോൻ്റെ കൽപ്പനകളെ ശിരസ വഹിക്കലും പ്രവർത്തിക്കലാണ്. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് തഖ്വ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, അൽ ഖൗഫ് മിനൽ ജലീൽ
വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വഅർദാഹ് തഖ്വക്ക് പറഞ്ഞ നിർവചനം. പടച്ചോനെക്കുറിച്ചുള്ള പേടി, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടുള്ള കർമ്മം, ഉള്ളത് കുറച്ചാണെങ്കിലും അതിലുള്ള മനപ്പൊരുത്തവും തൃപ്തിയും, മരണം ഭരിച്ച് പരലോകയാത്രയാകുമ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അതാണ് അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. അതാണ് തഖ്വ എന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഈ തഖ്വ സാക്ഷാത്കൃതാകണം. അതേപോലെ തന്നെ സലാഹിയത്ത്, അള്ളാഹു യതവല്ല സാലിഹീൻ എന്നാണ്. അള്ളാഹു വലിയ സാലിഹീനാണ്, സാലിഹീങ്ങളുടെ വലിയാണ്. എന്താ സലാഹിയത്ത്? ഖൽബിൻ്റെ നീയത്ത് സാലിഹാകണം, നല്ലതാവണം. അതേപോലെ തന്നെ ഖൗൽ, അത് നല്ലതാകണം. അമൽ, പ്രവൃത്തി നല്ലതാകണം. പടച്ചോന് പ്രീതിപ്പെടുന്ന രീതിയിലുള്ളതായ കരുതലുകൾ, മൊഴികൾ, അതേപോലെ തന്നെ പ്രവൃത്തികൾ, ഇതൊക്കെ സാക്ഷാത്കരിക്കുമ്പോഴാണ്, യഥാവിധമാകുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വിലായത്ത്, എല്ലാവർക്കുള്ള വിലായത്തല്ല, ആ പ്രത്യേകമായ വിലായത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കടാക്ഷിക്കുക. ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ അൽ വലി എന്നുള്ള നാമമാണ്. ആ നാമത്തിൻ്റെ അർത്ഥവും അതിൻ്റെ തേട്ടവുമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ഇവിടെ നമുക്ക് വിശദമായിട്ട് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇതേപോലെ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി, തുണയേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിയാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വിലായത്ത് അള്ളാഹു നമ്മളിൽ കടാക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ചില സഹോദരങ്ങൾ നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രോഗങ്ങൾക്ക് ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മയും നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ മുറാദുകൾ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.